കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. മമനാഥന സ്തുതി പാടിടം, മനവീണകൾ നീട്ടിപ്പാടിടം. മമനാഥന സ്തുതി പാടിടം, മനവീണകൾ നീട്ടിപ്പാടിടം. നാഥാവരേ എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിറയണമേ യേശുവേ ആരാധന. നാഥാവരേണമേ എന്നിൽ നിറയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. വരേണമേ എന്നിൽ നിറയണമേ. നാഥാ വരേണമേ എന്നിൽ നിറയണമേ. പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ രൂപം നിറയണമേ. ഹല്ലേലൂയ, 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 എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ശക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രൂപം നിറയണമേ. ഹല്ലേലൂയ, 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 എന്നിൽ നിറയണമേ നാഥാ, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ. എന്നിൽ നിറയണമേ എൻ ജീവ
എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേക്കിടുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിൽ അർപ്പിക്കുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിൽ അർപ്പിക്കുന്നു. നാഥാ വരേണമേ, സൗഖ്യം തരണമേ, സൗഖ്യം തരേണമേ. എല്ലാവരും ശ്രമത്തിൽ പാടാം. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്തുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഞങ്ങൾ ഹല്ലേലൂയ. മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, ഹല്ലേലൂയ. വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പ്രിയമുള്ളവരെ, വളരെ ശക്തമായ ചില സാക്ഷ്യങ്ങൾ, മാതൃകാ സാക്ഷ്യങ്ങൾ, അനുഗ്രഹത്തിൻ്റെ മോഡൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ മോഡലായിട്ടുള്ള ചില ഉടമ്പടി മാതൃകാ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ യൂട്യൂബിൽ എയർ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അന്ന തോമസ് ആയാങ്കുടി. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിലുള്ള ഫീച്ചേഴ്സ്, സാക്ഷ്യത്തിൻ്റെ ഫീച്ചേഴ്സ് ഉടമ്പടി ധ്യാനത്തിൽ ആദ്യം പരിശോധിക്കുന്നത് ഫ്രൂട്ട് ഓഫ് ദി കവനൻ്റാണ്. ഈ ആഴ്ചത്തെ കവനൻ്റിൻ്റെ ഉടമ്പടിയുടെ ഫലങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പരിശോധിച്ചാൽ അതിൻ്റെ വചനത്തിൻ്റെ മോഡുലേഷൻസ്, അതിൻ്റെ ഫോർമുല നമ്മൾക്കത് ഇനാക്ട് ചെയ്താൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അത് എന്തുമാത്രം പ്രയോജനപ്പെടും. അങ്ങനെയുള്ളൊരു സാങ്കേതികമായ ഒരു കാഴ്ചപ്പാടാണ് ആദ്യം നമ്മൾ ഉടമ്പടി ധ്യാനത്തിൽ എടുക്കുന്നത്. അന്ന തോമസ് അയാങ്കുടി, ആ സഹോദരിയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അത് പല വിഷയങ്ങളാണ്. അതായത് ലോണ്, അതുപോലെ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്, മകളുടെ ജോലി, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉടമ്പടി വിഷയങ്ങളുള്ളത്. ഉടമ്പടി വിഷയം അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വിറ്റ്സർലൻഡിലുള്ള ഇവരുടെ മകളുടെ ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് രൂപപ്പെട്ട് വന്നു. അതോടെ അപ്പോൾ എടുത്താലും വരും, എടുത്തില്ലേലും വരും. അത് സ്വാഭാവികമായിട്ട് വന്നതാണ്, ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. പക്ഷെ വന്നോടുകൂടി ഇവർ ഭയങ്കര, മകൾ വളരെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോൾ ഈ ഡിപ്രഷൻ സിറ്റുവേഷനിൽ, കാര്യം അവൾ ചെറുപ്പമല്ലേ, പിന്നെ ഇതിങ്ങനെ അങ്ങനെ പിന്നെ പെട്ടെന്ന് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞ്, ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ അന്ന തോമസ് മകൾക്ക്, അവർ നമ്മൾക്ക് സ്കൈപ്പിൽ മാത്രമേ നമുക്ക് മകളെ കാണാൻ പറ്റത്തുള്ളൂ, ഇവിടെ അടുത്തെങ്കിലും ഇല്ല. പക്ഷേ എങ്കിലും ഈ അടുത്തില്ലാത്ത വ്യക്തിയോട് വിശ്വാസത്തിൽ ഈ അന്ന തോമസ് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, മകളെ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഉടമ്പടി എടുത്തതാണ്, അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും, അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും, അമ്മ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകും. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ അന്ന തോമസ് മകളോട് ഫോണിൽ പറയണത്. അതിനിപ്പോൾ മാമോഗ്രാം ചെയ്യാൻ പോയപ്പോഴേ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു നീല ഇട്ടൊരു ഡ്രസ്സിട്ട ഒരു സഹോദരി ഇവളെ കാണാൻ വരും. ആ പ്രദേശത്തുള്ളതല്ല, ഇത് നമുക്ക് കണ്ടിട്ടില്ല, ഒരു ബന്ധവുമില്ല, ഒരു പരിചയമില്ല. ഇത് സഞ്ചാരി മാതാവാണ്. ഉടമ്പടി എടുക്കുന്ന എല്ലാവരെയും തന്നെ സഞ്ചാരി മാതാവിൻ്റെ സ്വപ്ന സന്ദർശനം എല്ലാ എല്ലാ ആഴ്ചയിലും ഒരെണ്ണമെങ്കിലും വെച്ചുണ്ടാവും. അപ്പോൾ ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടാണ്. കാര്യം മകൾ അവിടെ കയ്യത്താക്കൂറ്റിൽ അങ്കലാപ്പോട് വേദനിക്കുകയാണ്. അത് കാര്യം അവൾക്ക് എങ്ങനെ ഈ ബ്രസ്റ്റ് എടുത്തു കളയാൻ പറഞ്ഞാൽ പിന്നെ വിവാഹത്തെ ബാധിക്കും, പിന്നെ അവളുടെ ആരോഗ്യത്തെ ബാധിക്കും, ജോലി ബാധിക്കും, തിരിച്ചു പോരേണ്ടി വരും, ജോലി ക്യാൻസലാവും, ജീവിതം മുഴുവൻ ഇരുട്ടിലാവും. അപ്പോൾ ഇങ്ങനെ എല്ലാം ചിന്തിച്ച് കാടുകയറി വേർത്ത് ബോധം കെട്ട് വെളിവില്ലാതെ ഇവൾ നടക്കുന്ന സമയത്ത് ഈ വെളിവില്ലാത്ത വ്യക്തിയോട് ഈ അമ്മ പറയുന്ന വാക്കുകൾ ഭയങ്കരമാണ്. എന്താ പറയണത്? നീ മേടിക്കേണ്ട മോളെ, അമ്മ നിന്നെ കാണാൻ വരും. അപ്പോഴേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രായമുള്ളവർ ചിലപ്പോൾ മക്കളോട് അവർ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യം പറയണ പോലെ ചെറുപ്പക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഉടമ്പടി എടുക്കുന്നതോടുകൂടി നടക്കുന്ന സംഭവം എന്താ? അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടേഴ്സ് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്യാൻ വേണ്ടി ലാബിലേക്ക് പോകുന്ന സമയത്ത് ഈ അമ്മ പറഞ്ഞ ചേച്ചി വരും, സഹോദരി വരും, ഒരു നീല ഡ്രസ്സിൽ വരും. വന്നിട്ട് ഇവിടെ കയ്യെ കയറി പിടിക്കും. പകലാണ്, പട്ടാപ്പകൽ. നീ എന്തിനാ ഇവിടെ നിൽക്കണം? ഇവിടെ അല്ല നിൽക്കേണ്ടത്, ഞാൻ നിന്നെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ ഈ മകളുടെ കയ്യെ പിടിച്ചുകൊണ്ട് വേറെ ഒരു ലാബിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞ് ഡോക്ടർമാരോട് അവിടെ ആ ലാബിൽ ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന് പറയും, ഞാൻ പറഞ്ഞ പേഷ്യൻ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർക്ക് ഇവളെ പരിചയപ്പെടുത്തിയിട്ട് ഇവർ പോകും. പിന്നെ ഇവരെ കണ്ടിട്ടില്ല. ആ സാക്ഷ്യമുണ്ട്, നിങ്ങൾ നോക്കണം, നല്ലതായിരിക്കും. പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഇതിൻ്റെ സംഭവം പിടികിട്ടത്തില്ല. അതോടുകൂടി അവർ ടെസ്റ്റ് ചെയ്യും. അവർ ടെസ്റ്റ് ചെയ്ത് വെച്ചും അവർ പറയും, ഇത് മാമോഗ്രാമിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഇത് സാധാരണ ഒരു സിസ്റ്റമാണ്. ഇപ്പം കൊഴുപ്പടിയണ പോലെയൊക്കെ സിസ്റ്റം ഉണ്ടല്ല. ഇത് സീരിയസ് ആണെങ്കിലും അമ്മ ഇത് കൊഴുപ്പടിയണ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരും. അതാണല്ല, അത് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാമോഗ്രാമിന് നിശ്ചയിച്ചത്. പക്ഷേ ഇവർക്ക് ഒരു പുനഃസൃഷ്ടി ടെസ്റ്റ് നടത്തി വെച്ചും ഇത് വെറും കൊഴുപ്പാണെന്നുള്ളത് ആ രീതിയിൽ ഈ സാധനം ഇവളോട് പറഞ്ഞു കൊടുക്കും. മാമോഗ്രാമിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ നിന്ന് അയ്യാങ്കുടിയിൽ നിന്ന് ഇവളുടെ അമ്മ വിളിച്ച് മകളോട് പറയണം, മകളെ നിന്നെ കാണാൻ മാതാവ് വരും. ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. അമ്മ പറയും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളെ കൊണ്ടുപോകണത്. ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഭയങ്കരമായ രീതിയിൽ. അപ്പോൾ എനിക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അറിയാം ഇത് കാര്യം. കാനഡയിൽ ഇതുപോലെ തന്നെ, കാനഡയിലല്ല, നമ്മളുടെ ഹ്യൂസ്റ്റണിൽ ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ കോവിഡ് രോഗികളുള്ള 7 കോവിഡ് രോഗികൾ മരിക്കണ ഒരു ദിവസം. 8ാമത്തെ കോവിഡ് രോഗി കോട്ടയത്തുകാരത്തിയാണ്. ആ ചേടത്തിയെടുത്ത് അമ്മ ചെല്ലണ ഒരു ഭയങ്കര സാക്ഷ്യവും 1.5 ലക്ഷം പേര് കണ്ട സാക്ഷ്യമുണ്ട്. അവർ അവർ മാത്രമേ സൗഖ്യപ്പെട്ടുള്ളൂ. അപ്പോൾ അമ്മയാണെന്ന് തിരിച്ചറിയണത് ആ യൂണിഫോമിൽ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരാളില്ല. ആ യൂണിഫോം അല്ല അവർ ഉപയോഗിക്കണത്. പക്ഷേ കൃപാസനത്തിൻ്റെ പിക്ചർ അവർ ഭർത്താവ് ഉടമ്പടി ചെയ്ത കൃപാസനത്തെ മാതാവിനെ കാണിക്കുമ്പോൾ ഇവർ പൊളിക്കും. ഈ അമ്മയാണല്ലോ അവിടെ വാർഡിൽ വന്നതെന്ന് പറയും. അപ്പം ഇങ്ങനെ, അതായത് ഉടമ്പടിയിലുള്ള ഒരു വാഗ്ദാനമാണ്. നമ്മൾ എപ്പോഴും അച്ഛൻ പറയാറില്ലേ, എന്നോട് ഉടമ്പടി ചെയ്യുന്നവൻ്റെ കൂടെ ഞാൻ കൂടെ വരും എന്നുള്ളത്. അത് 33:14 പുറപ്പാട് ഉടമ്പടി ഫണ്ടമെൻ്റൽ വാഗ്ദാനമാണ്. ഉടമ്പടിയുടെ ഫണ്ടമെൻ്റൽ വാഗ്ദാനം. ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് സെൻസാകും, ചില ആൾക്കാർക്ക് ഇത് ഒന്നും മനസ്സിലാകത്തില്ല. 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയാലും
ഒരനുഭവം. ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഒന്നുമല്ല, ചിലരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഈ സംഭവം എന്നറിയാൻ പാടില്ലാതെ ഇങ്ങനെ ഒരു പകച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എന്താണെന്ന്. പക്ഷേ ചിലർക്ക് പെട്ടെന്ന് ക്യാച്ചാവും. കാര്യം അതായത് നമ്മൾക്ക് ഉള്ള വിശ്വാസത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ലേ, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് നമ്മൾക്കുള്ള വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയണത്, ഇപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്കുക. ചേച്ചിക്ക് എന്നാ പറ്റുക? ചേച്ചിക്ക് പെട്ടെന്ന് സെൻസായി എന്താണ് ഈ വിഷയത്തിൻ്റെ പരിഹാരം. അമ്മ സ്വിറ്റ്സർലൻഡല്ല ന്യൂസിലൻഡ്, അമ്മ ന്യൂസിലൻഡിലോട്ട് ചെല്ലുമെന്നും ഇവളെ തന്നെ അമ്മ തന്നെ കൈക്ക് പിടിച്ച് ഇവിടെ മാമോഗ്രാമിന് കൊണ്ടുപോകുമെന്നും ഈ സ്വന്തം ഈ പേഷ്യൻറ്റിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നാണ് കിട്ടുന്നത്, ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്. അത് അമ്മ കൊടുക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ബിബ്ലിക്കലായിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല. അതായത് ഞങ്ങൾ ആകട്ടെ ഇപ്പോൾ 1 കൊറിന്ത്യൻസിൻ്റെ 2:16 എന്താ പറയുക, 1 കൊറിന്ത്യൻസ് 2:16, അതായത് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടപ്പോൾ, അതായത് ഈശോയുടെ മനസ്സ് ഇല്ല എന്താണ് നമ്മളെക്കുറിച്ച് നടക്കണതെന്നുള്ളത് നമ്മൾക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വിശ്വാസം കൊണ്ട് നടത്തുന്ന എന്നാ കാര്യം ഇരിക്കണത്? ഓരോ മതങ്ങളിൽ ഓരോരുത്തർ വിശ്വസിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനി ഇതിൻ്റെ അകത്തുള്ള കാമ്പ് മനസ്സിലാക്കണം. തൊണ്ട് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ല. അതായത് എന്തുകൊണ്ട്, എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ മനസ്സ്. ഇപ്പം അമ്മ അവിടെ പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് ഇവരെ കാണിക്കും. എന്നിട്ട് ആ സെക്കൻഡ് ഇവളോട് പറയും, അമ്മ വരുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാം മാമോഗ്രാമിലേക്ക്. ഇത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മൾ 1 കൊറിന്ത്യൻസിൻ്റെ 2:16 അനുസരിച്ച് നമ്മൾക്കറിയാൻ കഴിയണത് എന്തുകൊണ്ടാണ്? അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവുമായി സംയോജിക്കുന്നവൻ, ഞാൻ ഇടയ്ക്ക് ദിവസങ്ങൾ പറയാറുണ്ട്, കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരുന്നു. അതാണ് കർത്താവുമായി സംയോജിക്കുന്നത്. ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോട് കൂടെ ഏക ആത്മാവായി തീരുന്നു. ശ്രുതികട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് വചനം നൽകി നമ്മളെ ധന്യമാക്കി. ഇതുപോലെ നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കാൻ പോവുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ ഈ ആരാധനയിലെ അനധിവിദൂരങ്ങളിൽ പോലും സുഖപ്പെട്ട വലിയ മരിയൻ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയാണ്. അതുകൊണ്ട് നീ വളരെ പ്രത്യാശയോട് വേണം അൾത്താറിലേക്ക് നോക്കാൻ. ഏറ്റവും പ്രാർത്ഥിക്കുക, കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന അങ്ങയുടെ അഭിഷിക്തന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ലോകാന്തരങ്ങളിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ അങ്ങയുടെ വലത് കരത്താൽ തിരുമുറുവാറുന്ന അത്ഭുത കരത്താൽ സ്പർശിക്കണമേ. എന്റെ കർത്താവേ, വേദനയോടെ വിശ്വാസത്തോടെ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട്
ഈശോയെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ പ്രാർത്ഥനാ സമയത്ത് അങ്ങ് അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി സ്വർഗ്ഗത്തിൽ നിന്ന് ഓരോ കുടുംബങ്ങളിലെ നിബന്ധിക്കട്ടെ. രോഗികളിലെ കർത്താവിന്റെ ശക്തി തിരിച്ചിറങ്ങട്ടെ. സമാധാനമില്ലാത്തവരെ, കടമുള്ളവരെ, മക്കളില്ലാത്തവരെ, താമസിക്കുന്നവരെ, വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, പരാജയപ്പെടുന്നവരെ, ലഭിക്കാത്തവരെ, സാമ്പത്തിക കടങ്ങളാൽ ഭാരപ്പെടുന്നവരുടെ കർത്താവിന്റെ ശക്തി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആരാധനകളുടെ ശക്തിയാൽ പറഞ്ഞിട്ടുള്ള ദൈവവിശ്വാസികളുടെ ശക്തിയാൽ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളുടെ രോഗങ്ങളെ, മാറിപ്പോകട്ടെ. ഈശോയെ സൗഖ്യപ്പെടുത്തുന്നതിന്, മാരക രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. യേശുവേ ആരാധന. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. സന്തോഷത്തോടെ എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. യേശുവേ ആരാധന. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാൻ എല്ലാവരും മുട്ട നിൽക്കുക. കൈകൾക്കൊപ്പി മുട്ട നിൽക്കുക, ശിരസ് നമിച്ച് മുട്ട നിൽക്കുക. ഈശോ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കും, നിന്റെ കുടുംബത്തിന് വേണ്ടി. അപ്പോൾ ഈശോ നിന്നെ ആശീർവദിക്കുന്ന സ്വർഗീയമായ വലിയ ധന്യ നിമിഷങ്ങൾക്ക് വേണ്ടി ശിരസ് നമിക്കാം. ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങൾ ദൈവത്തിരുസനത്തിലേക്ക് ഉയർത്തി നിങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ 1, 2, 3, 4 തവണകൾ പുതുക്കി സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവായ ഈശോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളെയും തൊടുകയാണ്, ഉടമ്പടി നിയോഗങ്ങളെ തൊടുകയാണ്. മാരക രോഗികളെ ഈശോ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഭവനരഹിതരെയും സദാനരഹിതരെയും തൊഴിലെതിരെയും ഈശോ സ്പർശിക്കുകയാണ്. കുടുംബ സമാധാനമില്ലാത്ത വീണ്ടെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം, കൃപാസനത്തിൽ പ്രത്യക്ഷമായ പരിശുദ്ധമ്മ തിരുസഭയെ സ്പർശിക്കുന്നു. ജോസഫിനെ പ്രാർത്ഥിക്കുന്നു. കൃപാസന ഓരോ ശുശ്രൂഷകൾ ഇപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയെ ആരാധന. ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ